ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള SCERT ചാപ്റ്റേഴ്സാണ് നോക്കുന്നത്. 2024 LDC ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ചാപ്റ്റേഴ്സാണ്. അതിൽ 5 മുതൽ 10 വരെയുള്ള ബയോളജി ചാപ്റ്റേഴ്സ് നമുക്ക് എല്ലാം പഠിക്കേണ്ടതാണ്. അതിൽ 9ാം ക്ലാസ്സിലെ ഭാഗം 1 ചാപ്റ്റർ 1 ജീവമണ്ഡലത്തിലെ സംരക്ഷകർ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ ഓടിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ആഗോളതാപനത്തെക്കുറിച്ച് ഒരു പോസ്റ്ററൊക്കെ അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആഗോളതാപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആഗോളതാപനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണ് ഇത് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇതിന് കാരണമായത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമാണ്. അപ്പോൾ ആഗോളതാപനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണ് ആഗോളതാപനം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം. അതിനുശേഷം നമ്മളോട് അടുത്ത പേജ് പറയുന്നത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ നേരത്തെ ചെന്നറിയാം, നമുക്ക് സസ്യങ്ങളാണ് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് കുറയാത്തത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത് എന്തുകൊണ്ടാണ്? സസ്യങ്ങളാണല്ലേ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്വീകരിക്കുന്ന വാതകമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ സസ്യങ്ങൾ നടക്കുന്ന പ്രക്രിയ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ? ഏത് മുഖേനയാണ്? പ്രകാശ സംശ്ലേഷണം വഴിയാണ് സസ്യങ്ങൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നത്. അതിന് വേണ്ടി നമ്മളോട് പറയുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായതാണ് ധാതു ലവണങ്ങൾ, ജലം, സൂര്യപ്രകാശം, ഹരിതകം എന്താണ്? ഹരിതകം ഇലയിലെ വർണ്ണങ്ങൾ നിറഞ്ഞ പോഷനിൽ പറയുന്നുണ്ട്. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. ഈ ഹരിതകത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുമ്പോൾ ഹരിതകണം കണ്ടില്ലേ? ഈ ഹരിതകണത്തിന് അതിൻ്റെ ഇരട്ടപ്പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. ഈ കാണുന്നതാണ് ഇരട്ടപ്പാളികളുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് സ്ട്രോമ എന്നൊരു ഭാഗമുണ്ട്, ഗ്രാനയുണ്ട്. ഈ സ്ട്രോമ എന്ന് പറയുന്നത് ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായി ചോദിക്കാം. സ്ട്രോമ ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ്. ശരിയോ തെറ്റോ എന്ന് ചോദിക്കാം. ശരിയാണല്ലേ? പിന്നെ ഹരിതകണത്തിലെ ഭാഗങ്ങൾ ഇരട്ടപ്പാളികളുള്ള സ്ഥലമുണ്ട്, സ്ട്രോമയുണ്ട്, ഗ്രാനയുണ്ട്. ഗ്രാനയുടെ പ്രത്യേകത എന്താ? സ്ഥരസഞ്ചികളുടെ അടുക്ക് പോലെ കാണപ്പെടുന്നു, നാണയത്തുട്ടുകൾ പോലെ കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. അതാണ് ഗ്രാനയുടെ പ്രത്യേകതയാണ് ഇത്. അതിനുശേഷം നമ്മളോട് പറയുന്നുണ്ട്, ഒരു ബോക്സിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകങ്ങളിലാണെന്ന് പറയുന്നുണ്ട്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നമ്മളോട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, ഇലകളിൽ മാത്രമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഹരിതകണകത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ് വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ചോദിച്ചാൽ ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെ വർണ്ണങ്ങളാണ്? ഹരിതകം A, ഹരിതകം B, കെരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്? ഗ്രാനയിൽ കാണപ്പെടുന്നത്. ഈ വർണ്ണങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. പക്ഷേ എന്തിനില്ല? ഹരിതകം Aക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ ഹരിതകം Aക്കും ഹരിതകം Bക്കും കരോട്ടിനും സാന്തോഫിലിനൊക്കെ പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിവുണ്ട്. പക്ഷേ Bക്കും കരോട്ടിനും സാന്തോഫിലിനൊന്നും പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതിന് കഴിയുന്നത് ആർക്ക് മാത്രമാണ്? ഹരിതകം Aക്ക് മാത്രമാണ്. അപ്പോൾ ഈ ഹരിതകം Bയും കരോട്ടിനും സാന്തോഫിലൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സൂര്യപ്രകാശത്തെ എന്തു ചെയ്യും? അവ ആർക്ക് കൊടുക്കും? ഹരിതകം Aക്ക് കൈമാറും. അതിനാൽ ഇവയെ നമ്മൾ എന്തു പറയുന്നു? സഹായക വർണ്ണകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ സഹായക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹരിതകം Bയും കരോട്ടിനും സാന്തോഫിലുമാണെന്ന് പറയാം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രം എന്ന പോർഷനിലാണ്. അവിടെ എന്ന് പറയുന്നത് എങ്ങനെയാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട് അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. എന്താണ്?
പ്രകാശഘട്ടമുണ്ട്, ഇരുണ്ട ഘട്ടമുണ്ട്. ഈ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലും ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലുമാണ്. പ്രകാശഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ പ്രകാശം ആവശ്യമാണ്. അപ്പോൾ പ്രകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രകാശഘട്ടം ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, ഹൈഡ്രജനെ സ്ട്രോമയിലെത്തിക്കുന്നു. ജലം വിഘടിക്കുക H2O വിഘടിച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനെ നമ്മൾ സ്ട്രോമയിലേക്ക് എത്തും പിന്നെന്താ ഓക്സിജനെ നമ്മൾ പുറത്തേക്ക് വിടും. പിന്നെ പ്രകാശോർജ്ജം എന്താക്കി മാറും? പ്രകാശത്തിനെ ആസ്പദമാക്കിയിട്ടല്ല ഗ്രാനയിൽ നടക്കുന്നത്. അപ്പോൾ പ്രകാശോർജ്ജത്തിനെ നമ്മൾ എന്താക്കി മാറ്റണം? രാസോർജ്ജമാക്കി മാറ്റിയിട്ട് എവിടെ സൂക്ഷിക്കും? ATP സൂക്ഷിക്കും. ATPനെ കുറിച്ച് ഇപ്പോഴത്തെ പറയുന്നുണ്ട് കേട്ടോ. പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി നമ്മൾ ATP സംഭരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രോമയിലാണ്. പ്രകാശഘട്ടത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. ഈ ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ഇരുണ്ട ഘട്ടമായത്. പിന്നെ നമ്മൾ ATPയിലെ ഊർജ്ജം ഉണ്ടല്ലോ, ATPയിൽ നമ്മൾ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഊർജ്ജത്തെ നമ്മൾ ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിച്ചു. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ടാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അപ്പോൾ ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു പെട്ടി പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനം എന്ന് പറയുന്ന പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം ഗ്രാനയിലും സ്ട്രോമയിലുമാണ്. പ്രവർത്തനം എന്ന് പറയുന്നത് ജലം വിഘടിക്കുന്നു, മറ്റേതിനെന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരുന്നു. പിന്നെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാകുന്നു, ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക് എത്തുന്നു. പിന്നെ ഇരുണ്ട ഘട്ടത്തിൽ എന്താ ഉൽപ്പാദിപ്പിക്കുക? ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്